ഹലോ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മൾ ഏകദേശം ഒരു 5-6 മാസത്തെ ബ്രേക്കിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളോട് ഞാനൊരു ബ്രേക്ക് എടുത്താണ്. അപ്പോൾ യൂട്യൂബ് തന്നെ എനിക്കൊരുവാണെങ്കിൽ അന്ന് നീ ഇനിയും ബ്രേക്ക് എടുക്കുവാണെങ്കിൽ നിൻ്റെ ചാനൽ ഞാനങ്ങ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. കാരണം കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, ഞാനൊരു വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു പിനൈൽ പമ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ പിനൈൽ പമ്പ് എന്താണ്, പിനൈൽ പമ്പ് ഇവിടെ നിന്നാണ് നമുക്ക് ഇന്ത്യയിൽ എവിടെ മേടിക്കുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഡൗട്ടുകളും ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ബോറടിക്കുന്ന ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് പിനൈൽ പമ്പ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ പിനൈൽ പമ്പിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ ചിലവർക്ക് ജന്മന ഒരു ലിംഗത്തിൻ്റെ വലിപ്പം ചെറുതാണ്, ലിംഗത്തിൻ്റെ ഗർത്ത് ചെറുതാണ്, വണ്ണം ചെറുതാണെന്നുള്ള ഒരാൾക്കാർക്ക് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് മസാജ് ചെയ്യാം, പിനൈൽ പമ്പ് യൂസ് ചെയ്യാം, പി ഷോട്ട് തെറാപ്പീസ് ചെയ്യാം. അതിലും കുറഞ്ഞില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഹോമിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിനൈൽ മസാജും ഈ പിനൈൽ പമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പിനൈൽ പമ്പ് കൊണ്ടുവന്നിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം. സോ ഗൈസ്, ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ബോക്സ്. ഞാനത് ഫ്ലിപ്കാർട്ടിലാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനെങ്കിലും എനിക്കറിയണമല്ലോ ഇതിൻ്റെ സംഭവം. അപ്പോൾ സംഭവം നോക്കിയായിരുന്നു റിയലാണോ അല്ലയോ. കാരണം നമ്മളിത് ഫോറിൻ വീഡിയോസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ അത്ര ഇന്ത്യയിൽ അധികം ആൾക്കാർ ഇത് അത്ര യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നല്ല റിസൾട്ട്, ഒരു അടിപൊളി റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ഇതുപോലത്തെ ഒരു റബ്ബർ കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരു 3 എണ്ണം. പിന്നെ വിജോണിൻ്റെ ഒരു ഓയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വരുന്നതാണ് നമ്മുടെ പിനൈൽ പമ്പ് എന്ന് പറയുന്നത്. പിനൈൽ പമ്പ് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഒരു മിനിറ്റ്. സോ ഇതാണ് നമുക്ക് പിനൈൽ പമ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ BP അപ്പാരറ്റസ് പോലുള്ള ഒരു സംഭവമാണ്. ഇതിൽ നമുക്കിങ്ങനെ പ്രഷർ ചെയ്യുന്ന കൊടുക്കുന്ന സംഭവമാണ്. ഇത് അത്യാവശ്യം ഒരു കൈൻഡ് ഓഫ് ഗ്ലാസ് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. സോ ഗൈസ്, ഇപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം ഇരിക്കുന്നത്. ഈ ഒരു സംഭവം, ഈ റബ്ബർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഓരോ മെഷർമെൻ്റ് ഉണ്ട്. ഇത് 3 സൈസാണ് വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ സൈസാണ്. അപ്പോൾ നമ്മുടെ ലിംഗത്തിൻ്റെ സൈസ് നമുക്ക് തന്നെ ഇവിടെ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് സൈസ് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇതിൽ വയ്ക്കാവുന്നതാണ്. ഇത് ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ്. ഇത് വളരെ ചെറുതാണ്. സോ ഇതിലേതാണ് നമ്മുടെ സൈസ് നമുക്ക് ഇതിൻ്റെ അകത്തു കൂടി നമ്മൾ ലിംഗം പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരും. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ലിംഗം കയറ്റേണ്ടതായിട്ട് വരും. സോ ഇതിലേതാണ് ചൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. സോ നമ്മളിതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ 4 സൈഡിലും അങ്ങനെ എല്ലാ സൈഡിലേക്കും വലിച്ചത് കയറ്റിയും മേളിലോട്ട് വെക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഓയിൽ വെച്ചിട്ട് ലിംഗം നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലിംഗം മസാജ് ചെയ്ത വീഡിയോസ് ഞാൻ വേറൊരു വീഡിയോ കണ്ടൻറ്റായിട്ട് ഇടാം, കാരണം ഇത്തിരി വലിയ വീഡിയോ ആണ്. അപ്പോൾ ലിംഗം നല്ലപോലെ മസാജ് ചെയ്തിട്ട് നമ്മുടെ പിന്നെ ഏറ്റവും മെയിനായിട്ടൊരു കാര്യം, നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്യൂബിക് ഏരിയ, നമ്മുടെ ലിംഗം ഇരിക്കുന്ന ഭാഗം നന്നായിട്ട് ഷേവ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇത് നമ്മൾ ലിംഗം ഇതിലൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ രോമം ഉണ്ടെങ്കിൽ അതിങ്ങനെ പ്രസ്സായിട്ട് ഇരിക്കത്തില്ല, അതിങ്ങനെ വിട്ട് പോകും. സോ നമ്മുടെ ഈ ഭാഗം, നമ്മുടെ പ്യൂബിക് ഏരിയയാണ് നന്നായിട്ട് ഷേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ട്രിമ്മയിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, ലിംഗത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇത് ലിങ്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഉള്ളിലൂടെ ഇങ്ങനെ പുഷ് ചെയ്ത് കയറ്റാം. പുഷ് ചെയ്ത് ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഫുള്ള് വരെ കയറ്റാം. ഇങ്ങനെ ഇതിൻ്റെ ഫുള്ള് വരെ കയറ്റണം. ഇതിൻ്റെ കയറ്റി കഴിഞ്ഞിട്ട് വേണം ബാക്കി നോക്കാനായിട്ട്. സോ ഇങ്ങനെ ലിംഗം നമ്മൾ കയറ്റിയിട്ട് നമ്മുടെ പിപിക്കേറ്റ് നല്ലപോലെ ഇവിടെ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പമ്പ് ഇവിടെ കണക്ട് ചെയ്യുക. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, ഇവിടുത്തെ ഈ വാൾവ് ഉണ്ടല്ലോ, വാൾവ് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണേ. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പ്രഷർ ചെയ്ത് ലിംഗം ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി ഇതിൻ്റെ എല്ലാ ഏരിയയും ലിംഗം ഉള്ളിലോട്ടായി. ടെസ്റ്റിക്കിൾസ്, നമ്മുടെ ബോൾസിൻ്റെ ഭാഗം ഇവിടെ നിന്ന് മാറിക്കിടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ബോൾ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. സോ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക. ലിംഗം മാത്രം ഉള്ളിലോട്ട് വെക്കുക. അതും അതിൻ്റെ ഫോർസ്കിൻ താഴത്തോട്ട് ആക്കിയിട്ട് വേണം ഉള്ളിലോട്ട് പുഷ് ചെയ്യാനായിട്ട്.
എന്നിട്ട് നമ്മൾ ഈ പമ്പിൽ ഇവിടെ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കും തോറും ലിംഗം നീണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നീണ്ട് നമ്മുടെ മാക്സിമം ലെങ്ത്തിൽ എത്തുമ്പോൾ അപ്പോൾ നമ്മുടെ വെയിൻസ് എല്ലാം നല്ല കറക്റ്റായിട്ട് പമ്പായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു അവസ്ഥയിൽ നമുക്കിതുപോലെ ഹോൾഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ റബ്ബർ ഉണ്ടല്ലോ, ഈ റബ്ബറിൻ്റെ മുകളിൽ ആക്ച്വലി ഇവിടെ ഒരു റബ്ബർ ഹോൾഡറും കൂടി വരേണ്ടതാണ്. സോ അല്ലെങ്കിൽ തന്നെ ഈ റബ്ബർ എന്ത് ചെയ്യണം, താഴത്തോട്ട് പ്രഷർ ചെയ്തിട്ട് നമ്മുടെ ലിംഗത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ ഇടാൻ പറ്റും. സോ എന്നിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ലിംഗം ഓൾറെഡി ടൈറ്റിലാണ് നിൽക്കുന്നത്. ഈ റബ്ബർ കൂടി വരുമ്പോൾ അത് അങ്ങനെ ഇറക്റ്റായിട്ട് നിൽക്കും. സോ ഇതാണ് ഒരു വഴി. അല്ലെങ്കിൽ ഇത് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോൾ ലിംഗം ജസ്റ്റ് ഒന്ന് ഇത് ലൂസ് ചെയ്ത് കഴിച്ച് റിലാക്സ് ചെയ്യിപ്പിക്കുക. ഒരു 5 മിനിറ്റ്സ് റിലാക്സ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ചെയ്യുമ്പോൾ പിന്നെയും പമ്പ് ചെയ്യുക, പിന്നെയും ലൂസ് ചെയ്യുക, പിന്നെയും പമ്പ് ചെയ്യുക, പിന്നെയും ലൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇറക്റ്റായിട്ട് ഫ്ലാസിഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ ഇതിന് തരം എക്സസൈസാണ്. ബ്ലഡ് സപ്ലൈ നമ്മൾ ലിംഗത്തിലോട്ട് വരുന്നു, അത് കുറയുന്നു, പിന്നെയും ബ്ലഡ് സപ്ലൈ വരുന്നു, പിന്നെയും കുറയുന്നു. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബൈസെപ്സിനും ചെസ്റ്റിനൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ ബ്ലഡ് സപ്ലൈ വരുന്നതുകൊണ്ടും അവിടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു മസിൽസ് ഗെയിൻ ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞ പോലെ അപ്പോൾ ഈ ലിംഗത്തിനുള്ളൊരു മസാജാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി അറിയാം, പിനായിൽ പമ്പ് യൂസ് ചെയ്തിട്ട് ഏകദേശം 1 to 2 inches ഒക്കെ ഇൻക്രീസ് ആയ ആൾക്കാരുണ്ട്. ഏകദേശം വിഡ്ത്തിലും ഗർത്തിലൊക്കെ വ്യത്യാസം വന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നമ്മുടെ എറക്ഷൻ പ്രോപ്പർ ആവുന്നുള്ളതാണ്. കാരണം കറക്റ്റായിട്ട് ബ്ലഡ് വരുന്നുണ്ട്, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആൾക്ക് ഏകദേശം ഷുഗറൊക്കെ ഉള്ള പേഷ്യൻ്റാണ്. അപ്പോൾ ഷുഗറുള്ള ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ആ ഒരു പേഷ്യൻറ്റിന് ഒരു സംഭവം കൊടുത്തിട്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അതുപോലെ നല്ല റിസൾട്ട് ഇറക്ഷൻ്റെ കാര്യത്തിൽ നമുക്കിത് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ്. അത്യാവശ്യം നീളവും വീതിയും വണ്ണൊക്കെയുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത ആൾക്കാർ മാത്രം ഇത് ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ കൊടുക്കുന്ന പ്രഷർ ഒത്തിരി പ്രഷറായി പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വലുതാവട്ടെ നീളം വെക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സാധനം അവിടെയുള്ള ചെറിയ വെയിൻസും ഇതൊക്കെ ഡാമേജ് വരാനും ബ്രേക്ക് ആയി പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻ വരുന്നൊരു സമയത്ത് നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ലൂസ് ചെയ്യുക, പിന്നെ അടിച്ച് കയറ്റുക. അപ്പോൾ അങ്ങനെ എക്സസൈസ് ചെയ്യുക. വീക്ക്ലി ഒരു 2 times 3 times ചെയ്താൽ മതി. ദിവസം ചെയ്യണം നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ബ്ലഡ് സപ്ലൈ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ഇതൊക്കെയാണ് പിനൈൽ പമ്പിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് എന്ത് ചെയ്യാം, പിനൈൽ പമ്പ് യൂസ് ചെയ്യാം, പിനൈൽ മസാജ് യൂസ് ചെയ്യാം. ട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പിനൈൽ പമ്പിനെ കുറിച്ച്. ഇതിപ്പോൾ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ്. സോ ഇത്രയൊക്കെയുള്ള പിനൈൽ പമ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കമൻറ്റ് ബോക്സായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. So stay tuned for next video. Thank you for watching. Bye.